ഹായ്, എൻ്റെ പേര് നൗഷാന. മൈൻസൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് കോൺഫിഡൻസ് ആയിട്ട് എങ്ങനെ സംസാരിക്കാം. ഇപ്പം നമുക്ക് എല്ലാവർക്കും പബ്ലിക് പ്ലേസിൽ സംസാരിക്കാൻ നല്ല പേടിയായിരിക്കും, സ്പീക്ക് ചെയ്യാൻ നല്ല പേടിയായിരിക്കും. ഇപ്പം 100ൽ 75% ആളുകൾക്കും ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല, പേടിയായിരിക്കും ഉള്ളിൽ. ഞാൻ സംസാരിച്ചത് തെറ്റാവോ എന്ന് ആലോചിച്ചിട്ടൊക്കെ ഒരുപാട് പേർക്ക് പേടിയുണ്ടാവും. അടിവയറ്റിലൊരു കാളലായിരിക്കും. ഇപ്പം നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ ടീച്ചർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് നല്ല പേടിയായിരിക്കും. ഉത്തരം അറിയുന്നുണ്ടാവും, പക്ഷെ ഉത്തരം അറിയുന്ന സമയത്ത് നമുക്കത് പറയാൻ കിട്ടുന്നില്ല. മിസ് ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് ഉത്തരം പറയാൻ കിട്ടുന്നില്ല. അതുപോലെ എക്സാം എഴുതുന്ന സമയത്താണെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് ചിലപ്പോൾ ആൻസർ അറിയുന്നുണ്ടാവും, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലാവണില്ല. അപ്പം നമ്മൾ ആകെ ടെൻഷനായി പേടിച്ച് നമുക്ക് ഫിയറൊക്കെ വന്നു കഴിഞ്ഞ് നമുക്ക് അത് എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് പ്ലേസിൽ സംസാരിക്കാൻ പേടി. ഇപ്പം നമ്മളെക്കാളും മൂത്ത ഒരാളെ കാണുന്ന സമയത്ത് അയാൾ നല്ല മെച്യൂർഡായിട്ട് സംസാരിക്കുകയാണ്, ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന സൗണ്ട് ആയിരിക്കാം. അപ്പോൾ അയാൾ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ നല്ല പേടിയായിരിക്കും. ചിലപ്പോൾ പറയുന്നതൊക്കെ തെറ്റിപ്പോകും, അടിവയറ്റിൽ കാളലായിരിക്കും. അതുപോലെ കയ്യും കാലും ഇങ്ങനെ വറക്കുക, അങ്ങനെയുള്ളൊരു ഇതുണ്ടാവും. പെട്ടെന്ന് ആള് ടയേർഡാവുക, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന് അറിയാത്ത കുറേ ആളുകളുണ്ട്. സോ ഞാനിന്ന് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ഗുഡ് പോസ്ചർ. ഗുഡ് പോസ്ചർ എന്ന് പറയുമ്പോൾ നേരെ നിൽക്കുക, ഷോൾഡർ ഒന്ന് ബാക്കിലോട്ടാക്കിയിട്ട് തല ഉയർത്തി പിടിച്ച് കാലൊന്ന് മുമ്പിലോട്ട് വെച്ച് നിൽക്കുക. ഇപ്പോൾ ഒരു സ്റ്റേജിൽ നിങ്ങൾ പ്രസംഗിക്കുന്ന സമയത്ത് നിങ്ങൾ അതുപോലെ നിൽക്കുക. അപ്പോൾ ഓഡിയൻസിന് തോന്നണം, ഇയാൾ വലുത് എന്താണ് പറയാൻ പോകുന്നത്, നല്ല കോൺഫിഡൻസ് ആയിട്ടാണ് ഇയാൾ സംസാരിക്കാൻ പോകുന്നത്, അയാൾ കോൺഫിഡൻസ് ആയിട്ടാണ് സ്റ്റേജിൽ നിൽക്കുന്നത്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇയാൾ പറയാൻ പോകുന്നത് എന്ന് ഓഡിയൻസിന് തോന്നണം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നിൽക്കുക. ഇപ്പോൾ സ്റ്റേജിൽ എന്നല്ല, ഇപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഷോൾഡർ ഒന്ന് ബാക്കിലോട്ടാക്കി നേരെ നിന്ന് തല ഉയർത്തിപ്പിടിച്ച് കണ്ണിലേക്ക് നോക്കി നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം, ഗുഡ് പോസ്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ബി പ്രിപ്പയർഡ്. അതായത് നിങ്ങൾ ഏതൊരു കോൺവെർസേഷനും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അതിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ് ഞാൻ പറയേണ്ടത്, എങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം, എൻ്റെ ടോപ്പിക്കിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ പറയണം എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പം നിങ്ങളൊരു മീറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ, ഒരു മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്തെല്ലാം പറയണം, എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയണം, എങ്ങനെ ഞാൻ നല്ല രീതിയിൽ പറയണം എന്നുള്ളതിനൊക്കെ നിങ്ങൾ പ്രിപ്പയർഡ് ആവണം. അതായത് ഇപ്പം നിങ്ങൾക്കൊരു ടോപ്പിക് ഉണ്ടാവും, ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡീപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പം നിങ്ങൾ സ്റ്റേജിൽ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ടോപ്പിക് ഉണ്ടാവും, ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾ ഡീപ്പായിട്ട് പഠിച്ചിരിക്കണം. ആ കുറച്ച് കണ്ടന്റ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രം നിങ്ങൾ പഠിച്ചിരിക്കാതെ ഡീപ്പായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം അങ്ങനെ പഠിച്ചിരിക്കണം എന്ന് പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, നിങ്ങളടുത്ത് ചിലപ്പോൾ നിങ്ങൾ പ്രസംഗിക്കുന്നതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഓഡിയൻസ് നിങ്ങളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ക്വസ്റ്റ്യൻ അല്ല ഒരു ഡൗട്ട് ചോദിക്കും. അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയണം. അങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സോൾവ് ചെയ്യാൻ കഴിയുമ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു എനർജി അവിടെ ഉണ്ടാവുകയുള്ളൂ, ഒരു കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കാതെ എന്തെങ്കിലുമൊക്കെ പറയാം അവിടെ ചെന്നിട്ട് നിങ്ങൾ പറഞ്ഞു പോയാൽ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഫിയർ ഉണ്ടാവും. അയ്യോ, ഞാൻ എന്ത് പറയും, ഈശ്വര ഞാൻ എന്ത് പറയും എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് നല്ല ടെൻഷനും ഫിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊന്നും പറയാൻ കിട്ടില്ല, കയ്യും കാലൊക്കെ ഓട്ടോമാറ്റിക്കലി വറക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കാര്യം ഒരു ടോപ്പിക്ക് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആ ടോപ്പിക്കിനെ കുറിച്ചാണ് നിങ്ങൾ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ, നിങ്ങൾ ക്ലാസ് എടുത്തു കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഡീപ്പായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെ ഡീപ്പായിട്ട് പഠിച്ചിരിക്കുമ്പോൾ നിങ്ങളോട് ഡൗട്ട് ചോദിച്ചാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതാണ് രണ്ടാമത്തെ കാര്യം, ബി പ്രിപ്പയർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് ഫസ്റ്റ് നിങ്ങളിപ്പോൾ പ്രസംഗിക്കാൻ പോവുകയാണ് വിചാരിച്ചോ, അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ പ്രസംഗിക്കാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ ഒരുപാട് ഓഡിയൻസ് ഇരിക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ പ്രസംഗിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ വീട്ടിലുള്ള മിററിനോട് തന്നെ നിങ്ങൾ തയ്യാറാക്കിയ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന്
പ്രിപ്പയർഡ് ആവുക. അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് സംസാരിക്കുക മിററിന്റെ മുമ്പിൽ നിന്നിട്ട്. അതാവുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് അവിടെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അപ്പൊ നിങ്ങൾ മിററിനോട് തന്നെ നിങ്ങൾ സംസാരിക്കുക. നേരെ മറിച്ച് ഇപ്പോൾ നിങ്ങൾ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഇതൊന്നും എന്നെ കൊണ്ട് കൂട്ടിയെ കൂടുന്നതല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാൻ കഴിയില്ല. ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് തോന്നണം, പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമാവണം അവർക്ക്. അപ്പൊ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യമാണ് സ്പീക്ക് ക്ലിയർലി. അതായത് ഇപ്പോൾ ഒരു കാര്യം സംസാരിക്കാൻ പോകുമ്പോൾ ക്ലിയർ സൗണ്ടോടുകൂടി സംസാരിക്കുക. അതാകുമ്പോൾ ഓഡിയൻസിന് കേട്ടിരിക്കാൻ തോന്നും. നിങ്ങൾ ഒരു ക്ലിയർ ആയിട്ടുള്ള സൗണ്ടോടുകൂടി അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിക്കുക. അതാകുമ്പോൾ ഓഡിയൻസിന് കേട്ടിരിക്കാൻ തോന്നും. നേരെ മറിച്ച് നിങ്ങൾ വെറുതെ ഒരു ക്ലിയർ സൗണ്ട് അല്ല, അവർക്കൊന്നും മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഓഡിയൻസ് പറയും, ഇയാൾ എന്താ ഈ പറയുന്നത്, ഒന്നും മനസ്സിലാവണില്ല. അപ്പോൾ അവർക്കത് ഇറിറ്റേറ്റ് ആവും. ഓട്ടോമാറ്റിക്കലി അവരെ ഇറിറ്റേറ്റ് ആവും. ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആവും, പക്ഷെ നിങ്ങൾ സംസാരിക്കുന്ന രീതി ചിലപ്പോൾ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഓഡിയൻസിന് ചിലപ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവില്ല. അപ്പോൾ ക്ലിയർ സൗണ്ടോടുകൂടി നിങ്ങൾ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചാൽ അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടിരിക്കാനും എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാവും. നേരെ മറിച്ച് ക്ലിയർ ഇല്ലാതെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. ചിലപ്പോൾ ഉറക്കം തൂങ്ങിക്കൊണ്ടായിരിക്കും ചില ആളുകൾ ഇരിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാതെ, വീണ്ടും വീണ്ടും എടുത്ത് ആവർത്തിച്ച് പറയാതെ, പറയുന്ന കാര്യം ക്ലിയർ ആയിട്ട് അവർക്ക് ഒരു വട്ടം പറഞ്ഞു കൊടുക്കുക. അവർക്കത് മനസ്സിലാവണം. ഒരു വട്ടം തന്നെ പറഞ്ഞാൽ മനസ്സിലാവണ രൂപത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരെ ബോറടിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുക. നാലാമത്തെ കാര്യമാണ് വിഷ്വലൈസ് ഇറ്റ് എ ഹെഡ് ഓഫ് ടൈം. നമ്മുടെ ബ്രെയിന് വിഷ്വലൈസ് ചെയ്യുന്നതും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളും വേർതിരിച്ച് കാണാൻ കഴിയില്ല. അതിനുള്ള കഴിവ് നമ്മുടെ ബ്രെയിനിനില്ല. ബ്രെയിന് വിഷ്വലൈസ് ചെയ്യുന്നതും അതുപോലെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും. അവർക്ക് ആ ബ്രെയിന് വേർതിരിച്ച് കാണാൻ കഴിയില്ല. നിങ്ങൾ ഒരു കാര്യം, അതായത് ഇപ്പോൾ ഒരാളടുത്ത് പ്രസംഗിക്കാൻ പോകുന്ന, ഒരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ പറയും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, ഇമേജിൻ ചെയ്യുക. എന്തെല്ലാം കാര്യങ്ങൾ എന്നെ കൂടെ ചെയ്യാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ പറയും ഞാൻ അവിടെ, ഓഡിയൻസിന് എന്നെ എങ്ങനെ എടുക്കും, എൻ്റെ ടോപ്പിക് അവർക്ക് ഇഷ്ടമാവുമോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആവുമോ എന്ന് ഇമേജിൻ ചെയ്യുക. അങ്ങനെ ഇമേജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഇമേജിൻ ചെയ്യുക. അതായത് ഇപ്പോൾ അവരെന്നെ നല്ല രീതിയിൽ എടുക്കും, ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമാവും, എൻ്റെ ടോപ്പിക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആവും, അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, അവരുടെ പ്രോത്സാഹനം എനിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കയ്യടിയൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കോൺഫിഡൻസ് വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. പിന്നെ നിങ്ങൾ വേറൊരു സ്റ്റേജിൽ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ ആ ഫിയർ അവിടെ ഓട്ടോമാറ്റിക്കലി നിന്ന് പോകും, നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പായി പോകും. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും ഫിയർ നിങ്ങൾക്ക് ഒഴിവാക്കാനും പറ്റും. അവരുടെ ഒരു പ്രോത്സാഹനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. അപ്പോൾ വേറൊരു സ്റ്റേജിൽ പോകുന്ന സമയത്തും അത് തന്നെ നിങ്ങൾ ഇമേജിൻ ചെയ്യും. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ എനിക്ക് പ്രോത്സാഹനം കിട്ടും, നിങ്ങൾ ഇമേജിൻ ചെയ്യും. അങ്ങനെ ഇമേജിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് അങ്ങനെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ 4 ടിപ്സ്. ഈ 4 ടിപ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ പബ്ലിക് പ്ലേസിൽ നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാനൊരു ധൈര്യം കൂടുകയും, നിങ്ങൾ ആദ്യം എങ്ങനെയായിരുന്നു, നിങ്ങൾ ചിലപ്പോൾ ആദ്യം ആളുകളെ കാണുമ്പോൾ ചിലപ്പോൾ ബാക്കിലോട്ട് നിൽക്കുകയോ സംസാരിക്കാൻ പിറകോട്ട് നിൽക്കുകയോ ആരും കാണാത്ത സ്ഥലത്ത് പോയി ഇരിക്കുകയും എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാത്ത രൂപത്തിൽ ഇരിക്കുകയോ ചെയ്യും. ഈ 4 ടിപ്സ് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഈ 4 ടിപ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിലോട്ട് പോയിരുന്ന ആളുകൾ മുന്നിലോട്ട് വന്നിരിക്കും. നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ വേറെയും അങ്ങനെയുള്ള ഫിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിൽക്കും. ചില ആളുകളെ കണ്ടാൽ പെട്ടെന്ന് പാനിക് ആവുക. അങ്ങനെയുള്ള ഒരു സ്വഭാവം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്ത് കാര്യം സംസാരിക്കുമ്പോഴും അതിനു മുമ്പ് നമ്മൾ അതൊന്ന് മനസ്സിലാക്കണം, എങ്ങനെ പറയണം എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സ്പീക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ഡീപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡീപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ടോപ്പിക്കിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമല്ല നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, പുറത്തുള്ള കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.